നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നത്? നമ്മൾ പോകുന്നത് അബുദാബി മനാർ അല്ലേ ഏട്ടാ? ലുലു മനാർ ഒരു ഐലൻഡാണ്. അവിടത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എന്താ പിക്നിക്കോ? പിന്നെ അപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം അവിടെയുള്ള വിശേഷങ്ങൾ പിന്നെ ശശിയും പിന്നെ ശശിന്റെ അങ്കിളും പിന്നെ ശശിന്റെ ബേബിയും പിന്നെ ശശിന്റെ ഉമ്മയും പിന്നെ പപ്പയും പിന്നെ ഇവാനും പിന്നെ മമ്മിയും പിന്നെ യേതുവിന്റെ നാനും എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാരും പോകുന്നുണ്ട്. അപ്പം മോള് പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കും തോന്നില്ലേ? അപ്പം നമ്മൾ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. അതെ, അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വില്ലേൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം അടുത്ത വില്ലയിലാണ് നമ്മളെ ഫ്രണ്ട് താമസിക്കുന്നത്. അവരെ റൂമിൻ്റെ അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ അവരൊത്ത് അവരെ വണ്ടിയിൽ ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും റെഡിയായി. ഇവമോള ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. കീശയിൽ കയ്യൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഷൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അതൊക്കെ ഉണ്ടോ, കോമഡിയാണ് ഇവരെ കളിയൊക്കെ കാണുമ്പോൾ. അപ്പം അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം നമ്മൾ വണ്ടിയിലേക്ക് കയറി പോകുന്ന വഴിയാണ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ. അപ്പം നമ്മൾ 4 മണിക്കൊക്കെ എത്തി. എന്നിട്ടാണ് ഇത്രയും പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ലേറ്റായി വന്നാൽ പിന്നെ നോക്കണ്ട, ടിക്കറ്റ് എടുക്കുകയും പാർക്കിംഗ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ലേറ്റാവും. അധികം ലേറ്റായാൽ പിന്നെ അവിടുത്തെ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അതൊക്കെയാണ് കേട്ടോ വിശേഷം. പിന്നെ നമ്മൾ 2 സൈഡിലും ബീച്ചായിട്ട് നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഏതായാലും. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടി. അല്ലെങ്കിൽ നമ്മളവിടെ എത്തി ക്യൂ നിന്ന് അത്രയും നീണ്ട ക്യൂവിൽ നിന്നും ടിക്കറ്റൊക്കെ കിട്ടി വരുമ്പോഴേക്കും നമ്മൾ ആകെ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് മക്കൾ കളിക്കുകയാണ്. നമ്മളെ 5:30ക്കാണ് നമ്മുടെ ക്രൂയിസ് വരിക. അതുവരെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടൈമൊക്കെ കിട്ടി. 2-3 ഫാമിലി ഉണ്ടായിരുന്നു. Hi, how are you? Hi, Barry. Hi, good. My name is Ivana P.S. ഞാൻ ഗ്രാമത്തിൽ നിന്നും വരുന്നു. എനിക്ക് സ്കൂളിൽ പോകണം. ഞാനിനി എന്ത് ചൂസ് ചെയ്യും? വരാമോ ഡാഡ? അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. നല്ല കോമഡി ആയിരുന്നു. പിന്നെ അതാ കുട്ടികൾ കളിയും സംസാരവും ഒക്കെ കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ അതാ നമ്മൾ ക്രൂയിസ് എത്തിയിട്ടുണ്ട്. ക്രൂയിസിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു അടിപൊളി ക്രൂയിസ് തന്നെയാണ് കേട്ടോ നമുക്ക് കയറാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഇതാ മുകളിലും താഴെയായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം മുകളിൽ ഏകദേശം ഫുള്ളായി തോന്നുന്നു. ഇവാന നോക്കിയേ, ഇവിടെ നോക്ക് ഇവാന. നോക്കില്ല. Ivana.
ഇതാ ക്രൂയിസിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. പക്ഷെ ഇത്രയും സൂപ്പറായിട്ടുള്ള പ്ലേസ് ഉണ്ടായിട്ട് എല്ലാവരും പുറത്തെ വ്യൂ കാണേണ്ടത് കൊണ്ട് പുറത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവിടെ എത്താറായി എങ്കിലും ഉള്ളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് കയറി. അപ്പം നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷെ ആരും തന്നെ ഇല്ല കേട്ടോ, ഫുൾ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. മുകളിലെ ബാൽക്കണിയിലും താഴെയൊക്കെ ഫുൾ ആളാണ്. അപ്പം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ അവിടെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് മുകളിൽ നമ്മൾ തീരെ കയറിയില്ലല്ലോ, ഒന്ന് മുകളിലേക്ക് കയറിപ്പോയി നോക്കാൻ വിചാരിച്ചു. ആ ക്രൂസിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി കണ്ട് നമ്മൾ പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ. ഐലൻഡിലെത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂയിസ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ക്രൂയിസിലെ യാത്ര. പിന്നെ നമ്മളിതാ ലുലു ഐലൻഡിലെത്തി. ഇനി അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഫാമിലിയൊക്കെ തനിച്ച് വരികയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കുറേ ഫാമിലികൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഫുൾ ഒരു എൻജോയ്മെൻ്റ് ആവുന്നത്. കാരണം ആ ഒരു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഏരിയ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈ ഐലൻഡിൽ എത്തിയതാൽ ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബസ് റെഡി ആയിട്ടുണ്ടാവും. ആ ബസ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ എത്തുന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറി നമ്മളിവിടെ എത്തി. ഇവിടെ നമ്മളിങ്ങനെ ഇരുട്ടിലൂടെ ഉള്ള യാത്രയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒറ്റക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്കൊരു പേടി പോലെ, അങ്ങനെയല്ല എന്നാലും ചെറിയൊരു ഇതായിരിക്കും. പക്ഷെ എല്ലാവരും കൂടി ആകുമ്പോൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഓരോ ലൈറ്റിംഗ് സെറ്റിങ്സാണ് കൂടുതലും, അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. അപ്പം ഇവിടെ നമ്മൾ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ, നമ്മളൊരു റീൽസ് കണ്ടിട്ടാണ് കേട്ടോ അബുദാബിയിൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് അറിഞ്ഞതും നമ്മളിവിടെ എത്തിയതും. അപ്പോൾ റീൽസ് കണ്ടതുപോലെ നമുക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല, എങ്കിലും കുറേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നോക്കിക്കോളെ, ഒരു സ്ക്രീനിൽ നമ്മുടെ ഫേസ് കാണുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറി മാറി ആ ഒരു സ്ക്രീനിൽ നമ്മുടെ ഫേസ് വെച്ച് അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. എങ്കിലും നമ്മൾ കുറേ ആളുകൾ നമ്മളൊരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കഥയും കോമഡിയും അങ്ങനെയൊക്കെ ആയി നടന്നതുകൊണ്ട് തന്നെ അത്ര ബോറിംഗ് ആയിരുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വെറൈറ്റീസൊക്കെ ആയപ്പം സംഭവം അടിപൊളിയായിരുന്നു. അപ്പം മെയിനായിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കൂട്ടത്തോടെ പോകുമ്പോഴാണ് ആ ഒരു രസം. കണ്ടില്ലേ, ഈ ഇരുട്ടിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് അങ്ങനെ നടന്ന് നമ്മൾ എത്തുമ്പോഴുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ കൈ വെച്ചത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കൈ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിനനുസരിച്ചാണ് അവിടെയുള്ള ലൈറ്റ് കത്തുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കൈ ഇങ്ങനെ മാറി മാറി വെച്ച് ആ ലൈറ്റ് കണ്ടില്ലേ, നമ്മളെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് മാറുന്നതൊക്കെ കാണാൻ അതൊരു വേറെ നമ്മൾ ഇതുവരെ എവിടെയും കിട്ടാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതാ അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇങ്ങനെ കുറേ നടക്കാണ്ട്, ഏകദേശം 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പം മക്കളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ടയേർഡാവും, നടക്കില്ല. എല്ലാവരും കൂടെ ഒത്ത് നടക്കുമ്പോൾ അവർ എന്താ പറയുക, ക്ഷീണം അറിയാതെ നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായി നമ്മൾ എത്തിയത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പം ഇതൊക്കെ ഒന്ന് കാണാം. അഞ്ചു കൊണ്ടോക്കിയ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടന്നെത്തിയത് ഇങ്ങനെ ഒരു പ്ലേസിലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇരുട്ടായിട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ നമ്മളെന്ത് സൗണ്ട് എടുത്താലും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ സൗണ്ട് ഇവിടെ ഇങ്ങനെ റെക്കോർഡാവും. അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂക്കിയൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കൂക്കിയൊക്കെ ഇട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴായിട്ടോ അതൊക്കെ റെക്കോർഡായി. പിന്നെ വീണ്ടും ആ സൗണ്ട് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒരു വെറൈറ്റി ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വേറെ ഇതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ, നമ്മൾ എന്ത് പറഞ്ഞാലും അതിൽ റെക്കോർഡാവും. അപ്പം അതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. அவர் ஹோட்டல் மேலாளரின் வேலையில் மிகுந்த முக்கியமானவராக இருந்தார். நாங்கள் அவன் சுத்தமான சொத்துக்களையும் மோசங்களையும் எரித்தோம்.
மற்றும் ஷெரீப் கிளான்சி அவர்கள் அவர்களது வரவுகளை അപ്പോൾ ഇതാ നിങ്ങൾ തമിഴൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്കിലും നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു പ്രേതത്തിൻ്റെ ഒക്കെ ഒരു ഫീലാട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ എന്തായാലും നമ്മളെ മലയാളം മാത്രം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ അത് ബഹിഷ്കരിച്ച് തിരിച്ചു വന്നു ഗൈസ്. ബാക്കി എല്ലാ ലാംഗ്വേജും മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, അറബിക് അങ്ങനെ എല്ലാ ഭാഷയിലും അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നും വേഗം പെട്ടെന്ന് തന്നെ പോന്നു. പിന്നെ ഇത് അടുത്തതായിട്ട് ഈ ഒരു ഗ്ലോബിൽ കണ്ടോ, എൻ്റെ ഫേസാണ് കാണുന്നത്. പ്രേതത്തെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹൊറർ മൂവി കാണുന്ന ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്കില്ല എങ്കിലും ചെറിയൊരു അങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. അങ്ങനെ അതാ ആ കാഴ്ചകളൊക്കെ 3 കിലോമീറ്ററോളാണ് നമ്മൾ നടന്ന് കണ്ടത് കേട്ടോ. അപ്പം 3 കിലോമീറ്റർ നടന്നതിന് മാത്രം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളും ഈ ഒരു പ്ലേസ് അബുദാബിയുള്ളവരാണെങ്കിൽ വിസിറ്റ് ചെയ്യുക. പിന്നെ അതാ നമ്മൾ അവിടുന്ന് തിരിച്ച് ക്രൂയിസിൽ കയറി തിരിച്ച് പോവുകയാണ്. അപ്പം അത്രയൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം. അപ്പം ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.